നമസ്കാരം. ഇവിടെ കേരളത്തിലെ CPM-ൻ്റെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി അപ്പം ഗോവിന്ദൻ എന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ പറയുന്ന MP ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലെ മേയർ ഉണ്ടല്ലോ, സൊഹ്റാൻ മംദാനി എന്ന ആ വ്യക്തി, അദ്ദേഹം മേയർ ആവാനുള്ള ശ്രമം തുടങ്ങിയത് തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്രനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് എന്ന ഒരു പ്രസ്താവനയാണ് അയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തി. അവർ വലിയ കാര്യത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രോളന്മാരൊക്കെ എടുത്ത് വാരി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെയൊക്കെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ന്യൂയോർക്ക് മേയർ ആയിട്ട് ആരെങ്കിലും മത്സരിക്കുന്നതിനെ പറ്റി ഇവിടുത്തെ ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? എത്രയോ മത്സരങ്ങൾ ഇതിനകം തന്നെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇതിനു മുമ്പ് ആരാണ് ന്യൂയോർക്ക് മേയർ ആയിരുന്ന ആൾ എന്ന് പോലും നമുക്കറിയില്ല. കാരണം നമുക്കത് അറിയേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ 50 സ്റ്റേറ്റുണ്ട്, 50 ഗവർണർമാരുണ്ട്. ഈ 50 എണ്ണത്തിനെ പോലും നമുക്കറിയില്ല. ഈ ഗവർണറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ മേയർ എന്നൊക്കെ പറഞ്ഞ ഈ സാധനം വരുന്നത്. അപ്പോൾ ഇത്തവണ ഇത് വാർത്തയാവാൻ എന്താ കാരണം? ഈ ന്യൂയോർക്ക് മേയർ ഈ സൊഹ്റാൻ മംദാനി എന്നൊരു പേര് കേൾക്കാൻ തന്നെ കാരണം എന്താണ്? അതായത് ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനൊന്നും അല്ല. കമ്മ്യൂണിസ്റ്റ് എന്ന വാക്ക് അമേരിക്കയിൽ ഉപയോഗിക്കുന്നത് ആരെങ്കിലും തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ചിലരെയൊക്കെ അർബൻ നക്സൽ എന്ന് വിളിക്കാറില്ല. അത് അവരെ അപമാനിക്കാനും അപഹസിക്കാനും വേണ്ടി വിളിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഐറ്റമാണ് അമേരിക്കയിൽ മാഡ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വിളിക്കുക. അങ്ങനെ ഒരിക്കൽ ട്രംപ് ഇയാളെ വിളിച്ചു. ഈ സൊഹ്റാൻ മംദാനി എന്ന ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ് ഇയാൾ. അതായത് ഒബാമ, ബൈഡൻ ഇവരൊക്കെയാണ് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ. ട്രംപിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. നമ്മുടെ ഇവിടുത്തെ കണക്ക് 500-600 പാർട്ടിയൊന്നുമില്ല. അവിടെ ആകെ 10-നകത്ത് പാർട്ടികൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ മേജർ പാർട്ടികളായിട്ടുള്ള 2 എണ്ണമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയും. ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഈ ന്യൂയോർക്കിൻ്റെ മേയർ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അയാളാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ട്രംപ് ഈ സ്ഥാനാർത്ഥിയെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭ്രാന്തൻ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചത്. അതായത് നമ്മുടെ VS അച്യുതാനന്ദൻ ഇതുപോലെ ചില പരിപാടിയൊക്കെ നേരത്തെ ചെയ്യുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തുന്ന സമയത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി മറ്റേ സ്ഥാനാർത്ഥിയെ അമേദ്യമായിട്ടൊക്കെ ചിലപ്പം അദ്ദേഹം ഈ വാക്കല്ല, അതിൻ്റെ മോശം വാക്ക് ഉപയോഗിച്ച് താരതമ്യപ്പെടുത്തുകയും വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുകയും ചെയ്തു. അത് VS അച്യുതാനന്ദൻ മാത്രമല്ല, നമ്മുടെ പിണറായി വിജയനും പരനാറി പ്രയോഗം പ്രേമചന്ദ്രനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ അവിടെ ഭ്രാന്തൻ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചത് അയാളെ കളിയാക്കാനും അപമാനിക്കാനും വേണ്ടി വിളിച്ചതാണ്. ഇത് ഇവിടെയുള്ള വിഡ്ഢികളായിട്ടുള്ള പ്രബുദ്ധ കമ്മ്യൂണിസ്റ്റുകളുടെ വിചാരം ഇയാൾ കമ്മ്യൂണിസ്റ്റാണ് എന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇയാൾ കമ്മ്യൂണിസ്റ്റാണ്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മേയർ ന്യൂയോർക്കിൽ ഇതാ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലാണ് ഇവരെ തള്ളിമറിക്കൽ മൊത്തം. നാളെ ന്യൂയോർക്ക് ടൈംസ് അവിടുത്തെ ദേശാഭിമാനി ടൈംസ് ആണ് എന്ന് വരെ ഇവന്മാർ വെച്ച് കാച്ചും. അതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി നിർത്താൻ പറ്റത്തില്ല. ഈ മംദാനി മേയറാവാനുള്ള പരിശ്രമം തുടങ്ങിയത് തന്നെ ആര്യ രാജേന്ദ്രനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണെന്നൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഇവന്മാരുടെ വകതിരിവും വിവരവും ഒക്കെ എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്നും നമ്മളെ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല, ന്യൂയോർക്കിൽ ആരാണ് മേയർ എന്നത്. അത് വാർത്തയാവാൻ തന്നെ കാരണം ഈ ട്രംപിൻ്റെ ഒരൊറ്റ പരാമർശം കൊണ്ട് മാത്രമാണ്. പിന്നെ ഇയാളുടെ പിതാവ് ഒരു മുസ്ലിമാണ്, മാതാവ് ഇന്ത്യക്കാരിയാണ്. ഇപ്പോൾ ഇന്ത്യൻ വംശജൻ എന്ന നിലയിൽ മാത്രം വാർത്തയാവേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ അയാൾ മുസ്ലിമാണ്, അയാൾ കമ്മ്യൂണിസ്റ്റാണ് എന്ന തരത്തിൽ വന്നിരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റാണ് എന്നതിൽ 1% പോലും സത്യമില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം അയാൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ്. ആ പാർട്ടിയുടെ നയമനുസരിച്ചല്ലാതെ അയാൾക്ക് അവിടെ മുന്നോട്ട് പോകാനാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഏതാണ്ട് 99% നിരോധിച്ച ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക. അപ്പോൾ ബാക്കി 1% എന്ന് നിങ്ങൾ വിചാരിക്കും. അത് അമേരിക്ക ലിബറലാണ്, അത്ര മൂരാറ്റ് രാജ്യമൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സാങ്കേതികമായിട്ട് ഇവർക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇങ്ങനെ 5-6 ഒക്കെ പേര് വെച്ചിട്ട് പ്രവർത്തിക്കാം. അല്ലാതെ ഈ അരിവാൾ ചുറ്റിക ചിഹ്നം കൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാനർ കൊണ്ടോ ഒന്നും ഒരു പ്രകടനം നടത്താനോ സമരം നടത്താനോ ഒന്നും ഒരു പ്രതിഷേധിക്കാൻ പോലും അവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല. അവരത് അനുവദിക്കില്ല. ഒരാളെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചാൽ നമ്മളിവിടെ ഏറ്റവും വലിയ തെറി വിളിക്കുന്നതിന് തുല്യമാണ് അമേരിക്കയിൽ. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയ ഒറ്റ കാരണത്താൽ അയാളെ കമ്മ്യൂണിസ്റ്റായിട്ട് അടുത്തിരിക്കുകയാണ് ഇവിടുത്തെ CPIM-ഉം ഇവിടെ ഈ ചെമ്പടയും സോഷ്യൽ മീഡിയ കിടന്ന് ഇവർക്ക് വേണ്ടി ഈ ക്യാപ്സൂൾ ഇറക്കുന്ന ഈ ചെമ്പട ടീമും ഒക്കെ. കഷ്ടം തന്നെയാണ് ഇവറ്റകളുടെ കാര്യം. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ അപ്പം ഗോവിന്ദൻ്റെ ഒടുക്കത്തെ കോമഡിയും. ഈ ജഗതിയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഒത്തിരി നാളായി. ഒരുപാട് ഹാസ്യ നടന്മാരുടെ അഭാവവും ഉണ്ട് നമുക്ക്. പക്ഷേ അതൊക്കെ മറികടക്കാൻ ഇതുപോലെ ഒരു ചിറ്റപ്പൻ ജയരാജനും അപ്പം ഗോവിന്ദനൊക്കെ തന്നെ ധാരാളമാണ്. ചിരിച്ച് മനുഷ്യൻ്റെ ഊപ്പാട് വരും.